സമീകൃതാഹാരമാണ് അമിതവണ്ണം ഒഴിവാക്കാനുള്ള ആദ്യ വ്യവസ്ഥ. എന്നാൽ സമീകൃതാഹാരം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലേ? സമീകൃതാഹാരം എന്നാൽ ഭക്ഷണ പ്ലേറ്റിലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ശരിയായ സന്തുലിതാവസ്ഥ എന്നാണ്. വരൂ, ഇത് നമുക്ക് ഓരോന്നായി വിശദമായി മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് ശരീരത്തിലെ ഊർജ്ജത്തിന് ആവശ്യമാണ്. ഇത് നമുക്ക് ധാന്യങ്ങൾ കഴിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. അരിയും ഗോതമ്പും മാത്രമല്ല, ജോവർ, ബാജ്ര, റാഗി തുടങ്ങിയ നാടൻ ധാന്യങ്ങൾ ഉപയോഗിക്കുക. കഴിയുന്നത്ര പോളിഷ് ചെയ്യാത്ത ധാന്യങ്ങൾ കഴിക്കുക. ഇതാണ് നമ്മുടെ ബോഡി ബിൽഡർ, അതായത് പ്രോട്ടീൻ. പ്രോട്ടീനിന് പയർവർഗ്ഗങ്ങൾ, ബീൻസ്, പാൽ, ചീസ്, മുട്ട, മാംസം, മത്സ്യം എന്നിവ കഴിക്കുക. എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ ആവശ്യമാണ്. മൂന്നാമത്തേത് കൊഴുപ്പാണ്. കൊഴുപ്പിനെ ഭയപ്പെടരുത്. ശരിയായ അളവിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉപയോഗിക്കുക. അനാരോഗ്യകരമായ കൊഴുപ്പുകൾ ഒഴിവാക്കുക. ശീലമനുസരിച്ച് വറുത്ത ഭക്ഷണം കഴിക്കാനും കൂടുതൽ കൊഴുപ്പ് കഴിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതിനാൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എണ്ണയുടെയോ കൊഴുപ്പിന്റെയോ അളവ് 10% കുറയ്ക്കേണ്ടത് പ്രധാനമാണ്. ഇനി നമുക്ക് ആരോഗ്യകരമായ ശരീരത്തിനും പ്രതിരോധ ശേഷിക്കും വളരെ പ്രധാനപ്പെട്ട വിറ്റാമിനുകളെയും ധാതുക്കളെയും കുറിച്ച് സംസാരിക്കാം. ഇതിനായി എല്ലാ ദിവസവും ധാരാളം സീസണൽ പ്രാദേശിക പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ഇവയാണ് പോഷകാഹാരത്തിന്റെ ഏറ്റവും മികച്ച ഉറവിടങ്ങൾ. ഈ രീതിയിൽ നിങ്ങളുടെ പ്ലേറ്റ് ആരോഗ്യകരമാകും. ഇതിനെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്.